Topic infertility. First definition are പറയുന്നത് inability to conceive after 1 year of unprotected coitus. 1 year of unprotected intercourse കഴിഞ്ഞിട്ടും കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഡെഫിനിഷൻ. Inability to conceive after 1 year of unprotected intercourse അല്ലെങ്കിൽ coitus. ഇതാണ് ഡെഫിനിഷൻ. ഇനി നെക്സ്റ്റ് കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ആണ്. അതിനകത്ത് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് മെയിൽ കോസസ് ആണ്. മെയിൽ ഫാക്ടേഴ്സ് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോഗൊണാഡിസം, ഗൊണാഡ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ടെസ്റ്റിസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ടെസ്റ്റിസിന് ട്രോമ, ടോഷൻ, അതുപോലെ തന്നെ ക്രിപ്റ്റോക്രിഡിസം, ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഉള്ള മെയിൽ ഫാക്ടേഴ്സ് കുറച്ച് പറയുക. ഹൈപ്പോഗൊണാഡിസം, ഇൻഫെക്ഷൻ, ട്രോമ, ടോഷൻ. ഇനി നെക്സ്റ്റ് ആണ് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ. ഇതും സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഇന്ന് എടുക്കുന്നുണ്ട്. അതിനകത്തുള്ളതാണ് അമിനോറിയ, ഒളിഗോ അമിനോറിയ, അനോവുലേഷൻ. ഓവുലേഷന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ, അതൊക്കെയാണ് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ ആണ് ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ്. അത് ഡിസ്കസ് ചെയ്യും. പിന്നെ സെർവൈക്കൽ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് സെർവിക്സിന് എന്തെങ്കിലും സെർവൈക്കൽ മ്യൂക്കസ് ഇപ്പൊ തിക്കാണെങ്കിൽ സ്പേമിനെ എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സെർവൈക്കൽ മ്യൂക്കസിനുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ആന്റിസ്പേം ആന്റിബോഡീസ് ഇൻ സ്പേമിനകത്ത് അല്ലെങ്കിൽ സെമനിനകത്ത് ആന്റിസ്പേം ആന്റിബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. അപ്പം സെർവൈക്കൽ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ആണ് യൂട്രൈൻ ഫാക്ടേഴ്സ്. യൂട്രസിൽ ഇപ്പം ഏതെങ്കിലും ഫൈബ്രോയിഡ്, പോളിപ്പ് അല്ലെങ്കിൽ കൺജനൈറ്റൽ അനോമലീസ് ഓഫ് യൂട്രസ്, അതൊക്കെയാണ് യൂട്രൈൻ ഫാക്ടേഴ്സ്. ഇനി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു വലിയ കാരണങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ നോർമൽ ഇൻവെസ്റ്റിഗേഷനകത്ത് മെയിലിനോ ഫീമെയിലിനോ കുഴപ്പമൊന്നും കാണത്തില്ല, നോർമലായിട്ട് തോന്നിക്കാം. പക്ഷെ ഒരു ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കാണുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു കോസസ് കാണാം. അപ്പം ആ കുഞ്ഞു കുഞ്ഞു കോസസ് ആണ് മൈൽഡ് എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ഓവത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ്, അല്ലെങ്കിൽ സ്പേമിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്. അതാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയുടെ കോസസ്. അപ്പം കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ചോദിക്കുമ്പോൾ എഴുതേണ്ടത് മെയിൽ ഫാക്ടേഴ്സ് പറയുക, ഹൈപ്പോഗൊണാഡിസം, ഇൻഫെക്ഷൻ, ട്രോമ, ടോഷൻ ഓഫ് ടെസ്റ്റിസ് ഒക്കെ. പിന്നെ ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ, അമനോറിയ, ഒലിഗോമെനോറിയ, അനോവുലേഷൻ. പിന്നെ ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ്. ഇനി സെർവൈക്കൽ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് സെർവൈക്കൽ മ്യൂക്കസ് തിക്കായിട്ടിരിക്കാം, അല്ലെങ്കിൽ ആന്റിസ്പേം ആന്റിബോഡീസ് ഇൻ സെമൻ. പിന്നെ യൂട്രൈൻ ഫാക്ടേഴ്സ് സജസ് ഫൈബ്രോയിഡ്, പോളിപ്പ്, അതുപോലെ എന്തെങ്കിലും കൺജനൈറ്റൽ അനോമലീസ് ഓഫ് യൂട്രസ്. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി കോസസ് മൈൽഡ് എൻഡോമെട്രിയോസിസ്, ഡിഫക്റ്റിംഗ് നോവം അല്ലെങ്കിൽ ഡിഫക്റ്റിംഗ് സ്പേം. ഇത്രയാണ് കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഈ നെക്സ്റ്റ് ടോപ്പിക് ആണ് ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ്. ഒരു 30 to 40% ഓഫ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ് ഈ ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ്. ഈ ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. കേൾക്കുന്നുണ്ടോടാ? ഇപ്പൊ ട്യൂബോ പെരിറ്റോണിയൽ ഫാക്ടേഴ്സിനകത്ത് ട്യൂബൽ ഫാക്ടേഴ്സും ഉണ്ട്, പെരിറ്റോണിയൽ ഫാക്ടേഴ്സും ഉണ്ട്. ഫസ്റ്റ് ട്യൂബൽ ഫാക്ടേഴ്സിന് കാരണം എന്ന് വെച്ചാൽ പ്രീവിയസ് ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അങ്ങനെ ട്യൂബിന് എന്തെങ്കിലും പ്രശ്നം വരിക. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണ്, ഒരു ഇമ്പോർട്ടന്റ് കോസ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ളത്. അതുപോലെ തന്നെ PID എന്ന് വെച്ചാൽ ഓൺലി പ്രിവെന്റബിൾ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ആണ്. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കോസ് PID ആണ്. ഇപ്പം യൂട്രസിനകത്ത് ഒരു പോളിപ്പോ ഫൈബ്രോയിഡോ അതൊക്കെ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് PID വരാതിരിക്കാൻ നമുക്ക് പ്രൊഫൈലാക്സ് ചെയ്യാം. ഒരു ഓൺലി പ്രിവെന്റബിൾ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ആണ് PID. പിന്നെ എന്തെങ്കിലും ട്യൂബർകുലോസിന്റെ ട്യൂബർക്കിൾസ് ഫലോപ്പിൻ ട്യൂബ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇൻഫെർട്ടിലിറ്റി കാരണമാണ്, അത് ട്യൂബൽ ഫാക്ടർ ആണ്. പിന്നെ പോസ്റ്റ് അബോർട്ടൽ അല്ലെങ്കിൽ പ്യൂപ്പറൽ സെപ്സിസ്, അബോർഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ ഉള്ള സെപ്സിസ് ഇൻഫെക്ഷൻസ് ഒക്കെ കാരണമാകും. പിന്നെ സാൽപിഞ്ചൈറ്റിസ് ഇസ്തമിക്ക നോഡോസസ്. സാൽപിഞ്ചൈറ്റിസ് ഇസ്തമിക്ക നോഡോസ എന്ന് വെച്ചാൽ ഫലോപ്പിൻ ട്യൂബിനകത്ത് നോഡുലർ സ്കാരിങ് കാണും, നൊഡ്യൂൾസ് കാണാം ട്യൂബിന്റെ അകത്ത് നോഡ്യൂൾസ്, അതാണ് സാൽപിഞ്ചൈറ്റിസ് ഇസ്തമിക്ക നോഡോസ. ഇനി എന്തെങ്കിലും ട്യൂബിനകത്ത് ബിനൈൻ ഫോളിപ്പോ അല്ലെങ്കിൽ ട്യൂബിന്റെ അകത്ത് ഒരു മ്യൂക്കസ് ഡെബ്രിസോ, ഇൻട്രാ ട്യൂബൽ മ്യൂക്കസ് ഡെബ്രിസ്, ഇതൊക്കെയാണ് ട്യൂബൽ ഫാക്ടേഴ്സ്. ഒരു പ്രീവിയസ് PID, അതുപോലെ ട്യൂബർകുലോസിസ്, പോസ്റ്റ് അബോർട്ടൽ ഓർ പ്യൂപ്പറൽ സെപ്സിസ്,
പിന്നെ സാൽപിഞ്ചൈറ്റിസ്, ഇസ്തിമിക്ക നോഡോസ, ബിനൈൻ പോളിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂക്കസ് ഡെബ്രിസ്. ഇതൊക്കെയാണ് ട്യൂബൽ ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് പെരിട്ടോണിയൽ ഫാക്ടേഴ്സ്. പെരിട്ടോണിയൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പെരി ട്യൂബൽ അഹഷൻസ് അല്ലെങ്കിൽ പെരി ഒവേറിയൻ അഹഷൻസ്. ട്യൂബിന് ചുറ്റും എന്തെങ്കിലും അഹഷൻസ്, എന്തെങ്കിലും കണക്ഷൻസ്, അതുപോലെ ഓവറിക്ക് ചുറ്റുമുള്ള അഹഷൻസ്. ഇതാണ് പെരിട്ടോണിയൽ ഫാക്ടേഴ്സ്. അപ്പൊ പെരിട്ടോണിയൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ ട്യൂബൽ ഫാക്ടേഴ്സ് എഴുതുക, പെരിട്ടോണിയൽ ഫാക്ടേഴ്സ് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണേ. അല്ല, പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് ട്യൂബൽ പേറ്റൻസി. ഫലോപ്പിയൻ ട്യൂബ് പേറ്റന്റ് ആണോ, അതിനകത്ത് എന്തെങ്കിലും ഒവല്യൂഷനോ എന്തെങ്കിലും ഒക്ലൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ് ചെയ്യും. ഇതിനകത്തൊരു 4-5 ടെസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ആണ് ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി. ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി HSG. ഇതെന്ന് വെച്ചാൽ ഡൺ വിത്തിൻ 10 days ഓഫ് പീരീഡ്. ഇനിഷ്യൽ 10 days ചെയ്യണം. അതുപോലെ തന്നെ മെൻസ്ട്രൽ ഫ്ലോ സെസേറ്റ് ചെയ്തതിനു ശേഷമേ ചെയ്യാവൂ. കാരണം എന്ന് വെച്ചാൽ മെൻസ്ട്രൽ ഫ്ലോ ഉള്ള സമയത്ത് ഈ പ്രൊസീജിയർ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ റിട്രോഗ്രേഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ഒക്കെ നടക്കും. അതുകൊണ്ടാണ് സെസേഷൻ ഓഫ് ഫ്ലോ, മെൻസ്ട്രൽ ഫ്ലോ നിന്ന് കഴിഞ്ഞതിന് ശേഷമേ ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി ചെയ്യാവൂ. അതുപോലെ തന്നെ ആഫ്റ്റർ 10 days ആകുമ്പോൾ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും ഈ ടെസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു PID ഉണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്കൊരു മാസ് സസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് പത്തോളജി, PID, അഡ്നെക്സൽ മാസ് അല്ലെങ്കിൽ പെൽവിക് പത്തോളജി ഇതൊക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇനി ഇതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാല് നമ്മൾ ഒരു ഡൈ മെഥിലീൻ ബ്ലൂ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഡൈ ഒരു ക്യാനുല അല്ലെങ്കിൽ കത്തീറ്റർ വെച്ച് വജൈനയിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു ഡൈ നമ്മൾ കത്തീറ്റർ വെച്ച് വജൈനയിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ ഡൈ ആദ്യം യൂട്രസിനെ ഫില്ല് ചെയ്യും. എന്നിട്ട് അത് ഫ്രീ ആയിട്ട് ഫലോപ്പിയൻ ട്യൂബിലോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒക്ലൂഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് സ്പില്ല് ചെയ്യും. ഇതാണ് സ്പില്ലേജ് ഇൻഡിക്കേറ്റ്സ് ട്യൂബ്സ് ആർ ഓപ്പൺ. ആദ്യം നമ്മൾ ഇനിഷ്യലി ഒരു 3 to 5 ml ഡൈ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആദ്യം യൂട്രസിനെ നോക്കും, യൂട്രസിന് കുഴപ്പമുണ്ടോന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള 5 to 10 ml ഡൈ ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ ഇതെന്തോ യൂട്രസിൽ നിന്ന് ഫലോപ്പിയൻ ട്യൂബിലോട്ട് പാസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സ്പില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ട്യൂബ്സ് ഓപ്പൺ ആണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ആണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ഡൈ പോയില്ല, അതായത് ഇവിടെ എന്തെങ്കിലും ഒക്ലൂഷൻ കാണാം, അതുകൊണ്ടാണ് ഡൈ പോകാഞ്ഞത്. ഇതാണ് ഹിസ്ട്രോസാൽപിഞ്ചോഗ്രാം HSG. അപ്പം പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ക്ലെൻസിങ് ദ വജൈന ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കത്തീറ്റർ അല്ലെങ്കിൽ കാനുല വജൈനയിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നല്ല അയഡിൻ ബേസ്ഡ് കോൺട്രാസ്റ്റ് എന്തെങ്കിലും മെഥിലിൻ ബ്ലൂ ഡൈ ഇഞ്ചെക്ട് ചെയ്യാം. ഡൈ ആണെങ്കിൽ യൂട്രസിനെ ഫില്ല് ചെയ്യും, എന്നിട്ട് ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. ദെൻ ഫ്രീലി പെരിട്ടോണത്തിലോട്ട് സ്പില്ല് ചെയ്യും. ഇനിഷ്യലി ഒരു 3 to 4 ml ഡൈ ഇഞ്ചെക്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് 5 to 10 ml ബാക്കി ഡൈ കൂടി ഇഞ്ചെക്ട് ചെയ്തിട്ട് നമുക്ക് യൂട്രസിനോ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബോ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് കാണാം. ഇതാണ് ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി. ഇനി ഇതിനകത്ത് നമ്മൾ കാണുന്ന അബ്നോർമാലിറ്റീസ്, പ്രോക്സിമലി ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റലി ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത് സ്പില്ല് ചെയ്യുന്നില്ല, ഫിംബ്രയുടെ എടുത്ത് വന്ന് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഫിംബ്രയിൽ അവിടെ എന്തെങ്കിലും ഒക്ലൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെരിട്യൂബൽ അഹഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുറെ അബ്നോർമാലിറ്റീസ് എഴുതി വെക്കുക. പ്രോക്സിമൽ ട്യൂബൽ ബ്ലോക്ക് കാണാൻ പറ്റും, ഡിസ്റ്റൽ ട്യൂബൽ ബ്ലോക്ക് ഒക്ലൂഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിംബ്രയുടെ അകത്ത് ഇങ്ങനെ ഫിംബ്രയിൽ തന്നെ ഡൈ കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ പെരിട്യൂബൽ അഹഷൻസ് കാണാം. അതുപോലെ തന്നെ TBക്കകത്താണെങ്കിൽ ബീഡഡ് അപ്പിയറൻസ് കാണാൻ പറ്റും, ട്യൂബിന്റെ ബീഡഡ് അപ്പിയറൻസ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അബ്നോർമാലിറ്റീസ്, ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി കാണാൻ പറ്റുന്ന അബ്നോർമാലിറ്റീസ്. അതുപോലെ തന്നെ ഇതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ മാത്രമല്ല, ഇതിനൊരു തെറാപ്യൂട്ടിക് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഡൈ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും മ്യൂക്കസോ ഡെബ്രിസോ ഒക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും. അതാണ് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്, ഫ്ലഷിംഗ് ഓഫ് എനി ഇൻസ്പിസേറ്റഡ് മ്യൂക്കസ് ആൻഡ് ഡെബ്രിസ്. ഇനി ഇതിന്റെ
പ്രോബ്ലംസും ലിമിറ്റേഷൻ വെച്ചാലും കുറച്ച് പെയിനും വജൈനക്കൂടെ ഡൈ ഒക്കെ കയറ്റില്ല, അപ്പൊ പെയിനും ഡിസ്കംഫർട്ട് കാണാം. അതുപോലെ TB ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിയാക്ടിവേഷൻ, ലേറ്റന്റ് ഇൻഫെക്ഷന്റെ റിയാക്ടിവേഷൻ ഒക്കെ നടത്താം. ചില സമയത്ത് പെരിട്യൂബൽ ആഷൻസ് കാണണമെന്നില്ല. ഇതാണ് പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻ. അപ്പൊ ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ഹിസ്ട്രോസാൽപിൻജോഗ്രഫി. ഒന്നുമില്ല, ഒരു ഡൈ ഈ വജൈനയിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ യൂട്രസും ഫലോപ്പിയൻ ട്യൂബിന്റെ പേറ്റന്റ് ആണോ എന്ന് നോക്കുക. അതാണ് ഹിസ്ട്രോസാൽപിൻജോഗ്രഫി. ഇനി നെക്സ്റ്റ് ആണ് സെലക്ടീവ് സാൽപിൻജോഗ്രഫി. ഇതൊരു റേഡിയോളജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതിൽ നമുക്ക് പ്രോക്സിമലി എന്തെങ്കിലും ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് വഴി ഒരു ഗൈഡ് വയർ വജൈനയിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ നമുക്ക് പ്രോക്സിമലി ഒരു ട്യൂബൽ ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെലക്ടീവ് ട്യൂബൽ കാനുലേഷൻ ചെയ്യാം. എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ബ്ലോക്കോ ഡെബ്രിസ് ഒക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അതൊരു തെറാപ്യൂട്ടിക് പ്രൊസീജിയർ കൂടിയാണ്. പ്രോക്സിമലി എന്തെങ്കിലും ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ സെലക്ടീവ് ട്യൂബൽ കാനുലേഷൻ ചെയ്യാനും പറ്റും. ഇതാണ് സെലക്ടീവ് സാൽപിൻജോഗ്രഫി. നെക്സ്റ്റ് ആണ് സോണോസാൽപിൻജോഗ്രഫി അല്ലെങ്കിൽ സയോൺ ടെസ്റ്റ്. സോണോസാൽപിൻജോഗ്രഫി, സയോൺ ടെസ്റ്റ്. നമ്മൾ HSTക്കകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു ഡൈ ആണ് ഇൻജെക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഡൈ ആണ് ഇൻജെക്ട് ചെയ്തത്. പക്ഷെ ഈ സോണോസാൽപിൻജോഗ്രഫിക്കകത്ത് എന്ന് വെച്ചാൽ നമ്മൾ സലൈൻ ആണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഇൻഫ്യൂഷൻ ഓഫ് സലൈൻ ത്രൂ സെർവിക്സ് കൂടി സലൈൻ ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ യൂട്രസും ഡക്റ്റും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഇത് കണ്ടില്ല, സലൈൻ കമ്മിങ് ത്രൂ ഫലോപ്പിയൻ ട്യൂബ്. അതായത് ഇവിടെ ഡക്റ്റ് ഫലോപ്പിയൻ ട്യൂബ് പേറ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഈ സലൈൻ ഫ്രീ ആയിട്ട് സ്പില്ല് ചെയ്തത്. ഇതാണ് സോണോസാൽപിൻജോഗ്രഫി. ഈ സോണോസാൽപിൻജോഗ്രഫിയുടെ കൂടെ തന്നെ നമുക്ക് സൈമൾട്ടേനിയസ്ലി ട്രാൻസ്വജൈനൽ അൾട്രാസോണോഗ്രഫി TVSും കൂടി ചെയ്യാം. ഇതാണ് സോണോസാൽപിൻജോഗ്രഫി. സലൈൻ ഇൻഫ്യൂസ്ഡ് ഇൻ ദി യൂട്രസ്, അതിന്റെ കൂടെ സൈമൾട്ടേനിയസ് TVS ചെയ്യാം. ഇത് ലെസ് എഫക്റ്റീവ് ആണ്. അതായത് ഒരു പോളിപ്പോ ചെറിയ മാസോ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ സലൈൻ്റെ കൂടെ ആൽബുമിൻ മിക്സ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും എക്കോജെനിക് പാർട്ടിക്കിൾ, എക്കോവിസ്റ്റ് പോലുള്ള റേഡിയോജെനിക് പാർട്ടിക്കിൾസ് കൂടെ മിക്സ് ചെയ്യും. അപ്പൊ ഇതിന് പറയുന്ന പേര് ഹിസ്റ്ററോ സാൽപിംഗോ കോൺട്രാസ്റ്റ് സോണോഗ്രഫി. ഹിസ്ട്രോസാൽപിംഗോ കോൺട്രാസ്റ്റ് സോണോഗ്രഫി. എന്തെങ്കിലും സലൈൻ്റെ കൂടെ എന്തെങ്കിലും റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് ഇൻജെക്ട് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹിസ്ട്രോസാൽപിംഗോ കോൺട്രാസ്റ്റ് സോണോഗ്രഫി. ഇതാണ് സോണോസാൽപിൻജോഗ്രഫി. ഇനി നെക്സ്റ്റ് ആണ് ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി ആൻഡ് ക്രോമറ്റുബേഷൻ. ഇതാണ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ലാപ്രോസ്കോപ്പിയാണ്. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഒരു കീഹോൾ പ്രോസസ്. നമ്മൾ ഒരു ഡബിൾ പങ്ക്ചർ ടെക്നിക്ക് വഴി ലാപ്രോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് പെരിട്ടോണിയത്തിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ പെൽവിക് ഓർഗൻസിനൊക്കെ നമ്മൾ നോക്കും, അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോന്ന്. ലാപ്രോസ്കോപ്പി അതുപോലെ ഡയഗ്നോസ്റ്റിക്കും ആണ് തെറാപ്യൂട്ടിക്കും ആണ്. പ്രശ്നം കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ബ്ലോക്കോ അഹഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ലൈസിസ് ചെയ്യുകയോടെ ചെയ്യാം. അതുകൊണ്ട് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ആണ്. ഇനി ക്രോമോട്യൂബേഷൻ എന്ന് വെച്ചാൽ ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ സലൈനും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലൂ ഡൈ ഇൻസേർട്ട് ചെയ്യും. സെർവിക്സ് കൂടെ ഡൈ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഒരു കളർ കാണാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഫലോപ്പിയൻ ട്യൂബ്സിൽ കൂടെ ഡൈ പോകുന്നത് കാണാൻ പറ്റും ലാപ്രോസ്കോപ്പിയുടെ സമയത്ത് എന്തെങ്കിലും ഡൈ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ. ഇതാണ് ക്രോമോട്യൂബേഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്സ്. അതാണ് ലാപ്രോസ്കോപ്പി ആൻഡ് ക്രോമറ്റുബേഷൻ. പിന്നെ ഹിസ്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഒരു ഹിസ്ട്രോസ്കോപ്പിന്റെ എൻഡിൽ ഒരു ലൈറ്റ് ഉള്ള ഒരു ഡിവൈസ് ആണ് ഹിസ്ട്രോസ്കോപ്പ്. അത് നമ്മൾ വജൈനയിൽ കൂടി പാസ് ചെയ്തിട്ട് സെർവിക്സും യൂട്രസും ഒക്കെ കാണുന്നത്. യൂട്രസിന് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഹിസ്ട്രോസ്കോപ്പി. അപ്പം ഈ ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി ആൻഡ് ക്രോമറ്റുബേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ സർഫസും ഇന്റേണൽ സർഫസും കാണാൻ പറ്റും. ഫലോപ്പിയൻ ട്യൂബ്സിന്റെ എക്സ്റ്റേണൽ സർഫസും കാണാം, ഇന്റേണൽ സർഫസും അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെരി ട്യൂബൽ ആഷൻസ്, പെരി ഒവേറിയൻ ആഷൻസ് ഉണ്ടോ നോക്കാൻ പറ്റും. പെരി ഹെപ്പാറ്റിക് ആഷൻസ് കാണാൻ പറ്റും. എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാം. TBയുടെ ട്യൂബർക്കിൾസ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. യൂട്രൈൻ അനോമലീസോ ഫൈബ്രോയിഡോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ നമ്മൾ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ. അതാണ് അഡ്വാൻറ്റേജ്. അതാണ് ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി ആൻഡ് ക്രോമറ്റുബേഷൻ. ഇനി നെക്സ്റ്റ് സാൽപിൻജോസ്കോപ്പി. ഇനി രണ്ടെണ്ണോടെ ഉള്ളു, സാൽപിൻജോസ്കോപ്പിയും ഫലോപ്പോസ്കോപ്പിയും. സാൽപിൻജോസ്കോപ്പി എന്ന് വെച്ചാല് നമ്മള് ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഒരു എൻഡോസ്കോപ്പ് ഫിംബ്രിയേറ്റഡ് എൻഡി കൂടെ പാസ് ചെയ്യുന്നു. ഫിംബ്രിയേറ്റഡ് എൻഡി കൂടെ ഫലോപ്പിൻ ട്യൂബിന്റെ ഫിംബ്രിയേറ്റഡ് എൻഡി കൂടെ ഒരു എൻഡോസ്കോപ്പ് പാസ് ചെയ്യുന്നു ലാപ്രോസ്കോപ്പിയുടെ സമയത്ത്. എന്നിട്ട് അവിടെ ആഹിഷൻസോ പ്രശ്നമുണ്ടോ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇതാണ് സാൽപിൻജോസ്കോപ്പി. Salpingoscopy, passage of very fine endoscope through the fimbriated end of tube at laparoscopy. Laparoscopy സമയത്ത് ഫിംബ്രിയേറ്റഡ് എൻഡ് കൂടെ ഒരു എൻഡോസ്കോപ്പ് പാസ് ചെയ്യുന്നു. ഇതാണ് സാൽപിൻജോസ്കോപ്പി. ഫലോപ്പോസ്കോപ്പി. ഫലോപ്പോസ്കോപ്പി എന്ന് വെച്ചാല് നമ്മൾ വജൈനയിൽ കൂടെ ഒരു ഫൈബർ ഒപ്റ്റിക് ഡിവൈസ് പാസ് ചെയ്യിക്കുന്നു. വജൈനയിൽ കൂടി ഒരു ഫൈബർ ഒപ്റ്റിക് ഡിവൈസ് പാസ് ചെയ്യിക്കുന്നു. എന്നിട്ട് അത് യൂട്രസിൽ കൂടെ പാസ് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബ്സിലോട്ടും ഫിംബ്രിയയിലോട്ടും ഒക്കെ കൊണ്ടുപോകുന്നു. അതാണ് ഫലോപ്പോസ്കോപ്പി. യൂട്രസിൽ കൂടെ ഫൈബർ സെർവിക്സിൽ കൂടെ ഫ്ലെക്സിബിൾ ഫൈബർ ഒപ്റ്റിക് ഡിവൈസ് പാസ് ചെയ്തിട്ട് അത് യൂട്രസിൽ കൂടെയും ഫലോപ്പിയൻ ട്യൂബ്സിൽ കൂടെയും ഫിംബ്രിയയിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഫലോപ്പോസ്കോപ്പി. പാസേജ് ഓഫ് ഫൈൻ ഫ്ലെക്സിബിൾ ഫൈബർ ഒപ്റ്റിക് ഡിവൈസ് ഫ്രം യൂട്രൈൻ ക്യാവിറ്റി through tubal ostia distally to the fimbrium. അതാണ് ഫലോപ്പോസ്കോപ്പി. ഇത്രയാണ് അപ്പം ട്യൂബൽ പേറ്റൻസിക്കുള്ള ടെസ്റ്റുകൾ. അപ്പൊ ഈ പേര് ഓർത്ത് എല്ലാം ഒരുമാതിരി സ്കോപ്പിഗ്രഫി എല്ലാം ഒരുപോലത്തെ പേരുകൾ. അപ്പൊ പേരുകളെങ്കിലും കറക്റ്റ് ഓർത്ത് വെക്കുക. ഹിസ്ട്രോസാൽപിൻജോഗ്രഫി, സെലക്റ്റീവ് സാൽപിൻജോഗ്രഫി, സോണോസാൽപിൻജോഗ്രഫി അല്ലെങ്കിൽ സയോൺ ടെസ്റ്റ്, പിന്നെ ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി ആൻഡ് ക്രോമോട്യൂബേഷൻ, സാൽപിൻജോസ്കോപ്പി, ഫലോപ്പോസ്കോപ്പി. ഇതൊക്കെയാണ് ട്യൂബൽ പേറ്റൻസി ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ, പ്രൊസീജിയേഴ്സ്. മനസ്സിലായോ? ഒരു ഇതെങ്കിലും ഒന്ന് കത്തിയോ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് മാനേജ്മെന്റ് ഓഫ് ഈ ഒക്ലൂഷൻ, ട്യൂബ് പെരിറ്റോണിയൽ ഫാക്ടേഴ്സിന്റെ മാനേജ്മെന്റ് പറയുന്നത്. ഒരു പ്രോക്സിമലി അല്ലെങ്കിൽ കോർണയിലുള്ള ഒക്ലൂഷൻ. കോർണോ എന്ന് വെച്ചാൽ യൂട്രസിന്റെ അകത്തുനിന്ന് ഫലോപ്പിയൻ ട്യൂബ് തുടങ്ങുന്ന ആ ഭാഗം, ആ ജംഗ്ഷൻ ആണ് കോർണോ. അപ്പൊ ഒരു പ്രോക്സിമൽ അല്ലെങ്കിൽ ഒരു കോർണൽ ഒക്ലൂഷൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം? എന്റെ കോസസ് എന്ന് വെച്ചാൽ ഇൻട്രാ ട്യൂബൽ മ്യൂക്കസ് ഡെബ്രി കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ കോർണോയിൽ പോളിപ്പ്, അല്ലെങ്കിൽ സാൽപിൻജൈറ്റിസ് സിസ്റ്റമിക്ക നോഡോസ് എന്തെങ്കിലും നൊഡ്യൂൾസ് ഉണ്ടാ, അല്ലെങ്കിൽ ഈ ട്യൂബ് കോർണോയും ട്യൂബും തമ്മിൽ അനസ്റ്റമോസ് ആയിരിക്കാം. ഇതൊക്കെയാണ് കോസ്. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ട്യൂബൽ കാനുലേഷൻ ചെയ്യാന്ന്. അപ്പം ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ആ ഡെബ്രിസോ പ്ലക്സോ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക. പിന്നെ ഹിസ്ട്രോസ്കോപ്പിക് ട്യൂബൽ കാനുലേഷൻ. പിന്നെ സെലക്റ്റീവ് സാൽപിൻജോഗ്രഫി, ആ പ്രൊസീജിയർ ഗൈഡ് വയർ ഇട്ട് നോക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും മ്യൂക്കസ് പ്ലക്സ്, ഡെബ്രിസ്, പോളിപ്പ് ഒക്കെ കാണുവാണെങ്കിൽ റിമൂവ് ചെയ്യാം. ഇപ്പം പക്ഷെ ബെറ്റർ എന്ന് വെച്ചാൽ IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് മാനേജ്മെന്റ് ഓഫ് പ്രോക്സിമൽ കോർണൽ ഒക്ലൂഷൻ. ഹിസ്ട്രോസ്കോപ്പിക് ട്യൂബൽ കാനുലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെലക്റ്റീവ് സാൽപിൻജോഗ്രഫി, IVF ആണ് ബെസ്റ്റ് മെത്തേഡ്. ഇനി ഒരു ഡിസ്റ്റൽ ട്യൂബൽ ഒക്ലൂഷൻ, ഡിസ്റ്റലി ആണ് ഒക്ലൂഷൻ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ കോസ് എന്ന് വെച്ചാൽ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആവാം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, എൻഡോമെട്രിയൽ ടിഷ്യൂ വന്നിരിക്കുന്നതാകാം, ട്യൂബർക്ലോസിസ് ട്യൂബർക്കിൾസ്, അല്ലെങ്കിൽ പെൽവിക് സർജറി. ഇതൊക്കെയാണ് ഡിസ്റ്റൽ ട്യൂബൽ ഒക്ലൂഷന് കോസ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പെരിട്യൂബൽ അഹഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അഹഷൻസിനെ ലൈസിസ് ചെയ്ത് കളയുക, അതാണ് അഹസിയോലൈസിസ്. ഇനി ഫിംബ്രിയോപ്ലാസ്റ്റി, ഫിംബ്രിയലാണ് അഹഷൻസ് അല്ലെങ്കിൽ ഫിംബ്രിയ പാർഷ്യലി ഒക്ലൂഡഡ് ആയിട്ട് ഇരിക്കുന്നത്, അതാണ് ഫിംബ്രിയൽ ഫിമോസിസ്. അതൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. അതാണ് ഫിംബ്രിയോപ്ലാസ്റ്റി, ലൈസോ ഫിംബ്രിയൽ അഹഷൻസും അതുപോലെ തന്നെ ഫൈമോസിസ് ഒക്ലൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡൈലേറ്റ് ചെയ്യുക. പിന്നെ സാൽപിൻജോസ്റ്റോമി, ഒരു ഫുള്ളി ഒക്ലൂഡഡ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പുതിയ ഓപ്പണിംഗ് വെക്കാം, അതാണ് സാൽപിൻജോസ്റ്റോമി. അതിപ്പോ അൺകോമൺ ആണ്. പിന്നെ റെക്കമെൻഡഡ് IVF ആണ്. അപ്പൊ ഡിസ്റ്റൽ ട്യൂബൽ ഒക്ലൂഷന്റെ മാനേജ്മെന്റ്, അഹഷൻസ് ഉണ്ടെങ്കിൽ ലൈസൈസ് ചെയ്ത് കളയുക, അഹസിയോലൈസിസ്, പിന്നെ ഫിംബ്രിയോപ്ലാസ്റ്റി, സാൽപിൻജോസ്റ്റോമി, IVF ആണ് റെക്കമെൻഡഡ്. ഇനി എൻഡോമെട്രിയോസിസ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ചെയ്യുക. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഒക്കെ ലാപ്രോസ്കോപ്പി വഴി എക്സൈസ് ചെയ്ത് കളയുക, അഹഷൻസ്
ഡൈസ് ചെയ്യുക. പിന്നെ എൻഡോമെട്രിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയാതെർമി അല്ലെങ്കിൽ ലേസർ വഴി ഡിസ്ട്രക്ട് ചെയ്ത് കളയുക. അതാണ് എൻഡോമെട്രിയോസിന്റെ മാനേജ്മെന്റ്. ഇവിടെയും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IVF തന്നെയാണ് റെക്കമെൻഡഡ്. പിന്നെ റിവേഴ്സൽ ഓഫ് സ്റ്റെറിലൈസേഷൻ. റിവേഴ്സൽ ഓഫ് സ്റ്റെറിലൈസേഷൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂബൽ റീ അനസ്റ്റമോസ് ചെയ്യാം. ആ ലിഗേഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അനസ്റ്റമോസ് ചെയ്യുക. അതാണ് ട്യൂബൽ റീ അനസ്റ്റമോസിസ്. IVF ആണ് റെക്കമെൻഡ്. ഇതൊക്കെയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പറയുമ്പോൾ പ്രോക്സിമൽ കോർണൽ ഒക്ലൂഷന്റെ മാനേജ്മെന്റ് പറയണം, പിന്നെ ഡിസ്റ്റൽ ട്യൂബൽ ഒക്ലൂഷൻ, പിന്നെ എൻഡോമെട്രിയോസിസ്, പിന്നെ റിവേഴ്സൽ ഓഫ് സ്റ്റെറിലൈസേഷൻ. ഇത്രയേ ഉള്ളടാ. മനസ്സിലായോ? മനസ്സിലായി. പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പറയാ. ഇനബിലിറ്റി ടു കൺസീവ് ആഫ്റ്റർ 1 year ഓഫ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. കോസ് ഒരു 3 മാർക്കും ചോദിക്കുക, അപ്പൊ കോസ് അല്ല എഴുതുക. ട്യൂബൽ പെരിട്ടോണിയൽ ഫാക്ടേഴ്സ് മാത്രം സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്യൂബൽ ഫാക്ടേഴ്സും പെരിട്ടോണിയൽ ഫാക്ടേഴ്സും. പിന്നെ ട്യൂബൽ പേരൻസ് ടെസ്റ്റ്, അതിന്റെ പേരെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഹിസ്റ്റോസാൽപിൻജിയോഗ്രഫി, സെലക്ടീവ് സാൽപിൻജിയോഗ്രഫി, സോണോസാൽപിൻജിയോഗ്രഫി, ലാപ്രോ ഹിസ്റ്റോസ്കോപ്പി ആൻഡ് ക്രോമോട്യൂബ്യൂഷൻ, പിന്നെ സാൽപിൻജോസ്കോപ്പി, ഫലോപ്പോസ്കോപ്പി. ഇതൊക്കെ പേര് ഓർത്തിരിക്കുക. പ്രൊസീജിയർ ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ മാനേജ്മെന്റ്. മനസ്സിലായോ? മതിയോ? മനസ്സിലായി. എന്തെങ്കിലും പറയണോ ഇനി? ഓക്കെ, ശരി. ബൈ. താങ്ക് യു.